കോവളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഭഗത് റൂഫസിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായും ഷീജ ചേർന്നുണ്ട്. ഷീജ, ഒരു ഘട്ടത്തിൽ UDF വലിയ പ്രതിസന്ധികൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും LDF അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുകയാണ്. എന്താണ് ഭഗത് റൂഫസിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും സിജു, ഏതായാലും LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തുന്ന ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. 5 ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും എന്നുള്ളത്. പ്രത്യേകിച്ചും സ്വതന്ത്രം മത്സരിക്കുന്ന സീറ്റുകളിൽ ആയിരുന്നു ആ രീതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും LDFന്റെ തീരുമാനം വന്നിരിക്കുന്നു. ഭഗത് റൂഫസ് ആണ് കോവളത്ത് LDFന്റെ സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ള കാര്യമാണ്. അവിടെ കോവളത്തുകാർക്ക് സുപരിചിതനാണ് എന്നുള്ളത് തന്നെയാണ് ഭഗത് റൂഫസിന് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു അനുകൂല ഘടകമാകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ LDF വ്യക്തമാക്കുന്നത്. ഏതായാലും കോവളം മണ്ഡലം മാത്രമാണ് നിലവിൽ LDFന് തിരുവനന്തപുരം ജില്ലയിൽ ഇല്ലാത്ത ഒരു മണ്ഡലം എന്ന് പറയുന്നത്. ബാക്കി 13 മണ്ഡലങ്ങളിലും ഇടത് സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ കോവളം മണ്ഡലം കൂടി വിജയിക്കുക എന്നുള്ളത് മുന്നിൽ കണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് LDF എത്തിയിരിക്കുന്നത്. ശരി, ഷീജയാണ് കോവളത്ത് ഇടത് സ്വതന്ത്രനായി ഭഗത് റൂഫസ് മത്സരിക്കുന്നു എന്നുള്ള വിവരം പങ്കുവച്ചത്. കോവളം മണ്ഡലത്തിൽ സുപരിചിതനായ വ്യക്തിത്വമാണ് യുവാവായ ഭഗത് റൂഫസ്. റൂഫസ് തന്നെയാണ് കോവളത്തിലെ സ്ഥാനാർത്ഥിയെന്ന് TP രാമകൃഷ്ണൻ LDF കൺവീനറാണ് വ്യക്തമാക്കിയത്.